രഹസ്യാന്വേഷണ ഏജൻസി റഷ്യക്കാരെ കല്യാണം കഴിക്കുന്നു ചൈനീസ് പെൺകുട്ടികളെ, അവരെ ചാരവൃത്തിക്ക് ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി WeChat എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ചൈനീസ് ആപ്പാണെന്ന് തോന്നുന്നു. ആ ആപ്പ് ഉപയോഗിച്ച് വലിയ തോതിൽ വൈറ്റൽ ഇൻഫർമേഷൻസ് കൈമാറുന്നുണ്ട്. അക്കാഡമിക് രംഗത്തുള്ളവർ, പിന്നെ വാണിജ്യ രംഗത്തുള്ളവർ, ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നു? ആ അക്കാദമിക് രംഗത്തുള്ളത് ശാസ്ത്രജ്ഞന്മാരാണ്, വാണിജ്യ രംഗത്തുള്ളവർ ബിസിനസ് ചെയ്യുന്നവരാണ്. ഇവരെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നു. റഷ്യയാണെങ്കിൽ ഇപ്പോൾ റഷ്യക്ക് എണ്ണയുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ഉപരോധം ഉള്ളതുകൊണ്ട് എണ്ണ കയറ്റുമതിക്ക് വേണ്ടി, എണ്ണ വിൽക്കാൻ വേണ്ടി ചൈനയെ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. പിന്നെ ടെക്നോളജിയും സാങ്കേതികവിദ്യയുടെ കൈമാറ്റത്തിലും റഷ്യ ചൈനയെ ആശ്രയിക്കുന്നു. ഈ രണ്ട് മേഖലയിലുള്ള ഒരു ഡിപ്പെൻഡൻസി, അതായത് ആശ്രയത്വം ചൈന ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം റഷ്യൻ എണ്ണ വാങ്ങണം. അത് മുതലാക്കിക്കൊണ്ട് റഷ്യയെ ചൂഷണം ചെയ്യുകയാണ് ചൈന എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കൃത്യമായ ചില വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ FSBയുടെ റിപ്പോർട്ട് കൊടുക്കുന്നത്. FSB പറയുന്നൊരു കാര്യം, ഇത് ഈ റഷ്യയുടെ തന്ത്രപ്രധാനമായ ആയുധങ്ങളുടെ ഡീറ്റെയിൽസ്, ഇപ്പോൾ റഷ്യ ചില S-400 പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചൈനയെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതുകൂടാതെ റഷ്യ കൊടുക്കാത്ത വിവരങ്ങൾ ഇവർ ചോർത്തുന്നുണ്ട്. ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.